പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്. ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഭവന നിർമ്മാണത്തിൻ്റെയും ഭവന പുനരുത്ഥാനത്തിൻ്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നിയമപരമായ തടസ്സങ്ങൾ നേരിടുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകളും കർത്താവ് ഒരുങ്ങുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂവിന് ടെസ്റ്റിനും പങ്കെടുക്കുന്ന ഇന്നത്തെ പ്രത്യേക ദിവസത്തെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെതിരെ വരുന്ന എല്ലാവിധ ചലഞ്ചുകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള പരിശുദ്ധ ദേവമാതാവ് സഞ്ചാരി മാതാവിൻ്റെ ശക്തി സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് നമ്മളെ ഈ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്നത് ഒരു ശാന്തമഹാസമുദ്രം പോലെയാണ്. അതേപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രവും. സ്വർഗസ്ഥനായ പിതാവിൽ അറ്റ്ലാന്റിക് സമുദ്രം, ദൈവാനുഭവത്തിൻ്റെ അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, ശാന്തമഹാസമുദ്രമുണ്ട്. അതാണ് എനിക്ക് കുഴപ്പം തോന്നിയിരിക്കുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. കാര്യം നമുക്ക് എത്ര ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ രൂപഭാവങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും നമ്മളെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ. എനിക്കാണത് അഭിഷേകം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന. ഇപ്പം ഞങ്ങളുടെ സമയത്തൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമഡിയായിരുന്നു. പ്രാർത്ഥിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർക്ക് പുല്ലുവായും കെട്ടി രാവിലെ എഴുന്നേറ്റ് ഏതെങ്കിലും മുറി പോയിരുന്നിട്ട് വായു വലിച്ചു വിടാം, തിരിച്ചു വിടും. അപ്പം ഇതൊക്കെ ആരോ പ്രാർത്ഥനയാണെന്ന് ഇവർ തലയ്ക്കയറ്റിരിക്കണ. കാരണം അതാണ് പ്രാർത്ഥന. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു അത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണല്ലേ, വണ്ടി ഓടിക്കണ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണ്. പിള്ളേരൊക്കെ വണ്ടി ഓടിക്കണല്ലേ. സ്വർഗസ്ഥനായ പിതാവിലെ ആൾക്കാർ ചെല്ലണ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഞാൻ നിന്നെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ അനുഗ്രഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്തെ അഭിഷേകം വരും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതൽ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം. അല്ല ആ പ്രാർത്ഥന കാണാൻ പഠിച്ചെന്ന് പറഞ്ഞ് ലൈസൻസ് കിട്ടണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ. ഇപ്പം നമുക്ക് ദൈവപിതാവിൻ്റെ അടുത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ല് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ത്രില്ല് എന്താണ്? പാപമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാനാണ് ത്രില്ല്. ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതെ എന്നാൽ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില്ലെന്ന് പറഞ്ഞാൽ. ചാലഞ്ചാണ്. ലോകത്തോടും ശരീരത്തോടും പിശാചോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നിസ്സാര കാര്യബലങ്ങളാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ്. കാര്യം ഇപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയണില്ലേ? അപ്പോഴെന്താണ്? അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന്. അതാരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്? ആരോടാണ്? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരമപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പിതാവ് ഈശോ ഒന്നായതുകൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോയോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവപൈതൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കുന്നത്. അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. നമുക്കൊരു കൃപ കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രലോഭനം മാത്രമല്ല, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാമം പൂജിതമാകുന്നുണ്ടു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്നു വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗവൺമെൻറ്, ഇന്ന ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാസ്സായെന്നൊക്കെ പറയല്ലേ, അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത്. എന്താണത്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന, ഒരു മനുഷ്യന് ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ചെല്ലണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം വേണം. അത് കിട്ടിയാൽ ലൈസൻസായി. പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി. ആ ലൈസൻസോട് കൂടി, വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടുകൂടി, ദൈവസ്നേഹത്തോടു കൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് അതിനു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തരേണ്ടത് ദൈവമാണ്, ആ പ്രാർത്ഥന തന്നിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എന്ത് എളുപ്പമായെന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? താങ്ക് യു. എൻ്റെ പേര് ഐലിൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. 2024 സെപ്റ്റംബർ 12 ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഒക്ടോബറിൽ ഞാൻ ജർമ്മനിക്ക് പോകാനിരിക്കുമായിരുന്നു. അതിന് മുന്നേ ആയിട്ട് വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഈ ഓഗസ്റ്റിൽ ഞാൻ വെക്കേഷന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എനിക്ക് ചെവിയിൽ പതിവായിട്ട് ഇയർ വാക്സ് വന്ന് അടിഞ്ഞിട്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ 6 മാസം കൂടുമ്പോഴും ചെവിയിൽ നിന്ന് വാക്സ് ക്ലീൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിവായിട്ട് എപ്പോഴും ഇങ്ങനെ വാക്സ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കെ ആവും, പിന്നെയും പെട്ടെന്ന് തന്നെ പഴയ പോലെ കേൾക്കാൻ മേലാതെ പോലെ വരുമായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു, നിനക്ക് ചെവി കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഞാനൊരു 3 വർഷം മുന്നേ കോളേജിൽ പഠിക്കുമ്പോഴേക്കും വാക്സ് ക്ലീൻ ചെയ്തപ്പോഴേക്കും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. കേൾവി തുറന്നതായിട്ടൊന്നും എനിക്ക് വ്യത്യാസം തോന്നിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മനിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വാക്സ് ക്ലീൻ ചെയ്തപ്പോഴും എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയില്ല. എനിക്ക് കേൾവി കുറവായിട്ടുള്ള പോലെ തന്നെ തോന്നി. അപ്പോൾ ഈ വർഷം വെക്കേഷന് വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ഇതുപോലെ വാക്സ് ക്ലീൻ ചെയ്തു. ENT ഡോക്ടറിനെ കണ്ടു, വാക്സ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ ഇതുപോലെ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് കേൾവി പരിശോധിക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു 3 കൊല്ലം മുന്നേ തന്നെ സംശയം ഉണ്ടായിരുന്നു കേൾവി കുറവാണോ എന്ന്. ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കേൾവി പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും വലത് ചെവിക്ക് 25% മുതൽ 30% വരെ കേൾവി കുറവാണെന്ന് കണ്ടെത്തി. അപ്പോൾ എൻ്റെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് ഇത്രയും കേൾവി കുറവ് വരുന്നത് ഒരു അസ്വാഭാവികമായിട്ടുള്ള കാരണമായതുകൊണ്ട് MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 15 ബ്രെയിനിൻ്റെ MRI എടുത്തു. അപ്പോൾ അന്ന് എൻ്റെ അമ്മ ചൊവ്വാഴ്ചത്തെ ധ്യാനം അന്നായിരുന്നു കൂടിയത്. അപ്പോൾ അന്ന് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് 44 ദിവസം കഴിയുമ്പോഴേക്കും മാതാവ് അത് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 44 ദിവസം കണക്ക് കൂട്ടുമ്പോഴേക്കും സെപ്റ്റംബർ 29. ഞാൻ ഓഗസ്റ്റ് 29 ജർമ്മനിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വെച്ച് എന്തായാലും ഹിയറിംഗ് ടെസ്റ്റ് ഇനി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിനക്ക് കേൾവി തിരിച്ചു കിട്ടിയതായിട്ട് മാതാവ് വ്യക്തമായിട്ട് നിനക്ക് ഒരു അടയാളം തരും, നിനക്ക് പൂർണ്ണമായിട്ടും കേൾവി തിരിച്ചു കിട്ടുമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ENT ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾവി പോയതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് MRI എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം MRIയുടെ റിസൾട്ട് വന്നു. അപ്പോൾ കേൾവിയുടെ നെർവിനെ ഞെരുക്കുന്ന എന്തോ ഒരു സാധനം ബ്രെയിനിലുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഒരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഒരു ന്യൂറോ സർജൻ ഉണ്ട്, അദ്ദേഹത്തെ പോയി കാണണം. സിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സർജറി ചെയ്യേണ്ടി വരും. സർജറി ചെയ്താലും ചിലപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ചുണ്ട് കോടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഓഗസ്റ്റ് 19 ഞങ്ങൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അന്ന് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സുഗന്ധം കിട്ടിയായിരുന്നു. എന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ചെവിയിലും തലയിലും ഒക്കെ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അന്ന് ക്യൂവിൽ നിൽക്കുമ്പോഴേക്കും രോഗികളെയായിരുന്നു ആദ്യം വിളിച്ചത്. അപ്പോൾ ഒരു 50 വയസ്സിൽ താഴെയുള്ള ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, മോൾക്ക് എന്താ അസുഖമാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എൻ്റെ അസുഖമെല്ലാം മാറ്റിത്തരണേ, എനിക്കിവിടെ ഈ ആൾത്താരെ വന്ന് നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ മാതാവിനെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ 25-ാം തീയതി ഞങ്ങൾ ആസ്റ്ററിൽ പോയി. ആസ്റ്ററിൽ പോയപ്പോഴേക്കും അവിടുത്തെ ന്യൂറോ സർജനെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. അദ്ദേഹം വെക്കേഷന് പോയിരിക്കുമായിരുന്നു. എനിക്ക് 29-ാം തീയതി തിരിച്ചും പോകണം. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒത്തിരി തിരക്കുള്ള ഡോക്ടറായിരുന്നു. മാതാവിന് സമയത്തിന് മേൽ അധികാരമുണ്ട്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അപ്പോയിൻമെൻറ്റ് തരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 25-ാം തീയതി ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ന്യൂറോ സർജൻ പറഞ്ഞു, സിസ്റ്റിന് യാതൊരുവിധ കുഴപ്പവും ഇല്ല, എങ്കിലും നിങ്ങൾ ENT സർജനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ എൻ്റെ പപ്പ, ഞങ്ങൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ENT ഡോക്ടർ വിനോദ് ഡോക്ടറായിരുന്നു. ഡോക്ടർ അവിടെ ഉള്ള ഡോക്ടറല്ല, ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടറാണ്. അപ്പോൾ പപ്പ വിനോദ് എന്നുള്ളതിന് പകരം വിനീതെന്ന് തെറ്റിച്ച് പറഞ്ഞു. അപ്പോൾ വിനീത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ ഈ ന്യൂറോ സർജൻ ഡോക്ടർ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വിനീത് ഡോക്ടറിനെ ഇന്ന് കണ്ടിട്ട് പോകണം എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ വിനീത് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ENT സർജൻ ഉണ്ടായിരുന്നു. മാതാവ് ആ സമയത്ത് തെറ്റിച്ച് പറഞ്ഞാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വിനീത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് ഒന്നുകൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹിയറിങ്ങിൻ്റെ ടെസ്റ്റ് നടക്കുന്ന റൂം തപ്പി നടന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു, ഗ്രേ കളറിലുള്ള ഒരു റൂമാണ്, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേ കളർന്ന് കേട്ടപ്പോൾ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട കളറാണ് ഗ്രേ കളറ്. അപ്പം നമ്മളെന്തായാലും ആ റൂമിനകത്ത് വെച്ച് മാതാവ് എന്നെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് ചെവിയിലെല്ലാം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അകത്തേക്ക് പോയി. പപ്പായും അമ്മയും പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു. അകത്ത് പോയപ്പോഴേക്കും എനിക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് കുറേ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു, നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് എല്ലാം കേൾക്കാൻ പറ്റി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും എൻ്റെ കേൾവിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ കേൾക്കുന്നത് അതേ കേൾവിയാണ് എനിക്കുള്ളതെന്ന് റിപ്പോർട്ടിൽ കണ്ടു. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് കേൾവിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. എനിക്കും അറിയാം, എനിക്ക് ഉറപ്പാണ് എൻ്റെ മാതാവ് എനിക്ക് തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞ്, ഒരിക്കലും കേൾവി തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എൻ്റെ കേൾവി ശക്തി മാതാവ് എനിക്ക് തിരിച്ചു കൊണ്ടുതന്നാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ENT സർജനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കേൾവിക്ക് പ്രശ്നമൊന്നുമില്ല, ബ്രെയിനിനും പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഓഗസ്റ്റ് 29-ന് തിരിച്ച് ജർമ്മനിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നാളെ കഴിഞ്ഞ് ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ജർമ്മനിക്ക് പോകാനായിട്ട് എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എനിക്ക് അവിടെ പരിചയക്കാരോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരും ഇല്ലായിരുന്നു, എനിക്ക് കൂട്ടുകാരോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അക്കോമഡേഷൻ എനിക്ക് കിട്ടിയില്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ മെയിൽ അയച്ചു, യൂണിവേഴ്സിറ്റിയിൽ ഇനി അക്കോമഡേഷൻ ഒന്നും ഇല്ല. അപ്പം നമുക്ക് ബന്ധുക്കളോ ആരും ഇല്ലാതെ അവിടെ അക്കോമഡേഷൻ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 8-ാം തീയതി 8 നോയമ്പിൻ്റെ തീരുന്ന ദിവസം മാതാവ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെയുള്ള ഒരു ചേച്ചിയുടെ അമ്മയെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ആ ചേച്ചി പറഞ്ഞു, ഒരു റൂമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ ആരും അങ്ങനെ സ്വന്തം റൂമിലൊന്നും നിർത്തത്തൊന്നുമില്ല. പക്ഷേ ആ ചേച്ചി എന്നെ അവിടെ നിർത്തി. അപ്പം എനിക്ക് പോകുന്നതിന് മുന്നേ വേറൊരു റൂം വന്നിട്ട് കിട്ടി. പക്ഷേ അതൊരു സബ്ലെറ്റ് റൂമായിരുന്നു. അതായത് ഒരാളുടെ റൂമാണ്, ആ ആൾ വെക്കേഷന് പോയപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് തരുന്ന ഒരു റൂമാണ്. അപ്പോൾ ആ റൂം എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുനിന്ന് 1 മണിക്കൂർ അകലെയായിരുന്നു. അപ്പം ഞാൻ ആ റൂം എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പോകുന്നതിന് ഒരാഴ്ച മുന്നേ ആ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ റൂം അത് തരത്തില്ല, അതിനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അത് പോയി. അപ്പോൾ ഞാൻ പോകുമ്പോൾ എനിക്ക് റൂമില്ല. പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കും, എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനി ഞാൻ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്, ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചതല്ലേ, നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ റൂം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കതെങ്ങനെ കിട്ടാനാണ്, അവർ നമുക്ക് മെയിൽ അയച്ചതല്ലേ, ഇനി അവിടെ റൂമില്ല, അവിടെ ഫുള്ളാന്ന് അയച്ചതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു, എനിക്ക് ഉറപ്പാണ് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മനി ചെന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോയി. ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നേരിട്ട് പോയി ചോദിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനം ബസ് സ്റ്റോപ്പിലിരുന്ന് കൂടിയിട്ട് ഞാൻ ആ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് പോയി ഉപ്പിട്ടു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ റൂമിൻ്റെ കാര്യം ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു റൂമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു റൂമുണ്ടെന്ന് പറഞ്ഞ്. അതൊരു അത്ഭുതമായിരുന്നു, കാരണം അവരാർക്കും അങ്ങനെ കൊടുക്കത്തില്ല. ഒത്തിരി കുട്ടികൾ അങ്ങനെ പോയി ചോദിക്കുന്നതായിരുന്നു, പക്ഷെ ആർക്കും കൊടുക്കത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞു.
അങ്ങനെ എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ജർമ്മനിയിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് വെക്കാൻ പറ്റുന്നൊരു റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫുഡ് വെക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ കൃപാസനത്തെ പറ്റി പറയുമായിരുന്നു. എനിക്ക് റൂം കിട്ടിയതും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതും എല്ലാം കൃപാസനത്തിൽ നിന്നാണെന്ന് പറയുമായിരുന്നു. ധ്യാനം കൂടുകയും അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവുകയും പറ്റുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. വചനം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പത്രം ജർമ്മനി ഇവിടുന്ന് പോയതുകൊണ്ട് അവിടെ വിതരണം ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം മടി കൂടാതെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു മടിയും കൂടാതെ പത്രം കൊടുക്കാൻ പറ്റി. മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 7 33-34 തിരുവചനങ്ങൾ. യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഏലിൻ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു മകളാണ്. മകൾക്ക് 6ാം ക്ലാസ് മുതലുള്ള ഒരു ഡെഫിഷ്യൻസി ആയിരുന്നു, കേൾവിക്കുറവ്. 25% ഒരു മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്ന ഒരു കൊച്ചിന് 25% മാത്രമേ കേൾവിയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയപ്പോഴാണ് വളരെ സങ്കടത്തോടെ വന്ന് ചികിത്സ തുടങ്ങാമെന്ന് ഓർത്തപ്പോൾ ഈ മകൾ സാധിക്കാവുന്ന എല്ലാ ചികിത്സകൾക്കും റെഡിയായി. ലാസ്റ്റ് ചെക്കപ്പിന് പോയപ്പോൾ ഈ മകൾക്ക് ഉറപ്പായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോ വീണ്ടും ആ വാക്ക് ഈ മകൾക്ക് വേണ്ടി ഉരുവിടും. എഫാത്ത എന്ന് പറഞ്ഞുകൊണ്ട് മകളുടെ ചെവി തുറക്കുമെന്ന് ഈ മകൾക്ക് ഉറപ്പായിരുന്നു. ഇവിടെ വന്ന് ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് സൈത്ത് പൂശിയിട്ടാണ് മകൾ ചെക്കപ്പിന് പോയത്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഇയറിംഗ് ടെസ്റ്റ് തന്നെ എല്ലാ മകൾക്ക് വളരെ കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ മകൾക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇടപെട്ടതും ആ ഗ്രേ കളറുള്ള റൂം പരിശുദ്ധ അമ്മ നിറഞ്ഞു നിന്നൊരു റൂമാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വലിയ ഒരു സൗഖ്യമാണ് നാം ഇപ്പോൾ തന്നെ കേട്ടത്. ഈശോയുടെ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം മുതൽ 2025 വർഷങ്ങളായി ഇന്നും അതേ അത്ഭുതങ്ങൾ തന്നെയാണ് ഈശോ ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയോട് വിശ്വസ്തരായിരിക്കാം. ഈ മകൾ ഇവിടെയായാലും ജർമ്മനിയിലായാലും ഏത് ദേശത്തായാലും ഈശോയെ പ്രഘോഷിക്കുവാനുള്ള ആ തീക്ഷ്ണത ഈ മകൾക്കുണ്ട്. തൻ്റെ ഭക്ഷണം തന്നെ അവിടെയുള്ള ഭക്ഷണമുറിയിൽ കൊണ്ടുവച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ പ്രസംഗിക്കുന്ന ഒരു വലിയ വേദിയാക്കിയിട്ടാണ് ഇന്ന് ഈ മകളുടെ പ്രേക്ഷിത വേല ഇന്ന് ഈ മകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നിനും ഒരു അസാധ്യതയില്ലെന്ന് കുടുംബത്തിലുള്ളവർക്ക്, അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമെല്ലാം വളരെ ഉറപ്പായിരുന്നു. അമ്മ മകളോട് പറഞ്ഞു, മകളെ, നിനക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ മുറി നൽകി പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കും. വളരെ നല്ലൊരു സേഫ് സോണിലാണ് ഇന്ന് ജർമ്മനിയിലെ മകൾ താമസിക്കുന്നത്. പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർ വിളിച്ച് സംസാരിച്ച് മകൾക്ക് ഒരു മുറി കൊടുത്തിരിക്കുകയാണ്. ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല എന്ന വീണ്ടുമുള്ള ഒരു തെളിഞ്ഞ തീർച്ചയുള്ള സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വിദേശങ്ങളിൽ പഠന സൗകര്യവും റൂം സൗകര്യവും അക്കോമഡേഷൻ ഇല്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും, ഹിയറിംഗ് പ്രോബ്ലമുള്ള, കേൾക്കാൻ വൈകല്യമുള്ള എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.